സീരീസിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ആണ് ഇത് വരുന്നത്. 100ാമത്തെ എപ്പിസോഡാണ്. നമ്മളിത് തുടങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും തിങ്കൾ തൊട്ട് ശനി വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 9 തൊട്ട് 10 വരെ ഉള്ള സമയങ്ങളിൽ ഇത് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ അനേകം ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇത് തുടങ്ങിയിട്ട് 100ാമത്തെ എപ്പിസോഡായി. അതിലൊരു സ്തോത്രം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു സ്തോത്ര ശുശ്രൂഷ എന്നുള്ള രീതിയിൽ ഒരു ചിന്ത നമ്മളിന്ന് ഇതുമായിട്ട് ചേർന്ന് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഈ വേർഡ് തന്നെ മെറ്റനോയ എന്ന് പറയുന്ന വാക്ക് ഗ്രീക്കിലെ ഹൃദയത്തിൻ്റെ രൂപാന്തരത്തെക്കുറിച്ച് പറയുന്നതാണ്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഹാർട്ട്. അത് എന്തിനാണ് ഹൃദയം രൂപാന്തരപ്പെടുന്നത് എന്നുള്ളത്, ഇതൊരു ഇപ്പം നമുക്കറിയാം ഇന്ത്യയിലെ സംസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിപ്പം. എല്ലാവരും ഈ ക്രിസ്ത്യൻ സമൂഹത്തെ, പ്രത്യേകിച്ചും ഈ ക്രിസ്തീയ സമൂഹത്തെ മുഴുവനായിട്ട് എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പീഡനം വന്നുകൊണ്ടിരിക്കുക. കാരണം എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ആള് കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രശസ്തിക്കോ വേണ്ടിയൊന്നുമല്ല. യേശു വന്നതിൻ്റെ ഉദ്ദേശം തന്നെ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുക, മനുഷ്യന് രക്ഷ കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു വക്താക്കളായി എല്ലാവരും തീരണമെന്ന് യേശുക്രിസ്തു ആഗ്രഹിച്ചു. അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇതിനോട് വലിയ താല്പര്യമൊന്നും അനേകം ആളുകൾക്ക് കാണത്തില്ല. അനേകം ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഹൃദയത്തിൻ്റെ രൂപാന്തരം വരുമ്പോൾ നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റി ആയാലും, ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായാലും, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും സിഖ് ആയാലും ജെയിനായാലും അല്ലെങ്കിൽ നോമിനൽ ക്രിസ്ത്യൻ ആയാലും എന്തായാലും, നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ കർത്താവിനുള്ള പ്രാധാന്യം, ഹൃദയത്തിനൊരു രൂപാന്തരം വരിക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ്, അത് ഉദ്ദേശിച്ചാണ്. അതുകൊണ്ട് ബൈബിളിലെ കാര്യങ്ങൾ പഠിക്കുകയും യേശുക്രിസ്തു പറഞ്ഞത് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ആളുകളുടെ ആ ഒരു ചേഞ്ചിലേക്ക് വരിക എന്നുള്ളതാണ് ഉദ്ദേശം. അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾ ഒരു 3-4 മിനിറ്റ് പ്രാർത്ഥിക്കാനായിട്ട് എടുക്കുന്ന ഒരു സമയമുണ്ട്. ഈ പ്രാർത്ഥിക്കുന്ന സമയത്തും ദൈവം ഒരുപാട് കാര്യങ്ങളെ വെളിപ്പെടുത്തി തരികയും അതനുസരിച്ച് ദൈവം പലരെയും അനുഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക് വെച്ചിട്ട് നമുക്കറിയാവുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഞാൻ ഈ തരുണത്തിൽ 100 എപ്പിസോഡായതുകൊണ്ട് നന്ദിക്ക് വേണ്ടി പറയുകയാണ്. അതിൽ പ്രധാനമായിട്ടും പ്രാർത്ഥനാ വിഷയമായിട്ട് പറഞ്ഞ ഒരു ക്യാൻസർ പേഷ്യൻ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നമ്മളോട് ചേർന്ന് പ്രാർത്ഥിച്ചു. അവർ റേഡിയേഷൻ വേണമെന്ന് പറഞ്ഞ ഒരു സൗഖ്യമായി ഭവനത്തിൽ പോയി എന്ന് അവർ അറിയിച്ചു. അപ്പോൾ ആവശ്യമില്ല, അതെല്ലാം ട്രീറ്റ് ചെയ്ത് കുറഞ്ഞു എന്ന് കണ്ടു. അതുപോലെ വിദ്യാഭ്യാസത്തിൽ വീക്കായിരുന്ന വ്യക്തികൾ, പരീക്ഷ ഫേസ് ചെയ്യാൻ പോലും പറ്റാത്ത വ്യക്തികൾ ഇപ്പം ധൈര്യമായിട്ട് പഠിക്കുന്നു, പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞ് ഇവിടെ കേരളത്തിലെ പിറവത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ട്. അതും വലിയൊരു സന്തോഷത്തിൻ്റെ കാര്യമാണ്. ദൈവത്തിന് നന്ദി പറയാനുള്ള കാര്യമാണ്. ഇനിയും കേരളത്തിന് പുറത്ത് പോലും ബോംബെയിൽ നിന്ന് ഒരു സഹോദരി ജോലി നഷ്ടപ്പെട്ടിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിറ്റേ ആഴ്ച തന്നെ ജോലി കിട്ടിയതായിട്ട് തിരിച്ച് വിളിച്ചു പറഞ്ഞു, അറിയിച്ചു എന്നുള്ളതും വലിയൊരു സന്തോഷത്തിൻ്റെ കാര്യമാണ്. ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുന്നുണ്ട് എന്നുള്ളതിന് ഒരു തെളിവാണ്. അതിന് ദൈവത്തിന് നന്ദി പറയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് കഴിഞ്ഞ 100 എപ്പിസോഡിൽ പ്രധാനമായിട്ട് നമ്മൾ കവർ ചെയ്ത വിശ്വാസം ഫെയ്ത്ത് സീരീസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കവർ ചെയ്തത്. ഈ ഫെയ്ത്ത് സീരീസിൽ വിശ്വാസത്തിൽ ജനിക്കുക, വിശ്വാസത്തിൽ വളരുക, വിശ്വാസത്തിൽ വേല ചെയ്യുക എന്നുള്ള കാര്യം, അവസാനം വിശ്വാസത്തിൽ മരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് നമ്മൾ 100 എപ്പിസോഡ് ആയതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയേണ്ട ഏറ്റവും വലിയ ആവശ്യമാകുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടപ്പെടുന്ന നന്ദി, ദൈവത്തിന് ഏറ്റവും ഇഷ്ടമാകുന്ന നന്ദി എന്ന് പറയുന്നത് വേറൊന്നുമല്ല,
നമ്മുടെ ഹൃദയത്തിൻ്റെ രൂപാന്തരം തന്നെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ടുള്ള നന്ദി. അതാണ് ഏറ്റവും ദൈവത്തിന് ആഗ്രഹമുള്ളത്. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ, പാപത്തിൽ അടിമയായിരുന്ന മനുഷ്യൻ തിരിച്ച് മാനസാന്തരപ്പെട്ട ദൈവത്തിലേക്ക് തിരിയുകയും അവൻ്റെ വഴിയിൽ ജീവിക്കുകയും ചെയ്യുന്നതാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരം. യേശുക്രിസ്തു പറഞ്ഞ പോലെ നരകത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ആകാതെ സ്വർഗീയ മഹത്വത്തിന് വേണ്ടി ആയിത്തീരുന്ന ജീവിതം അതാവുന്നു ഉള്ളത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളെ കർത്താവ് വന്നതും നടത്തിയതും എല്ലാം മനുഷ്യരെ ദൈവത്തിലേക്ക് നയിക്കുവാനും ആ താഴ്മയിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാനുമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. 32-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ആ 32-ാം സങ്കീർത്തനത്തിൽ ദൈവം തല്ലുന്ന ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഏകദേശം 7 അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 7 അനുഗ്രഹങ്ങൾ ദാവീദ് പറയുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യനാണ്. അവർക്കാണ് ഈ ഭാഗ്യാവസ്ഥയുള്ളത്. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. അങ്ങനെയുള്ളവരാണ് ഭാഗ്യാവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ പാപം ക്ഷമിച്ചു എന്നുള്ള ഒരു വലിയ കാര്യം. കാരണം ഈ പാപം വരുമ്പോഴേ ആ ഹൃദയത്തിലെ വലിയ പ്രയാസം, അതുപോലെ ഒരു ഗിൽറ്റ്, പാപത്തിൻ്റെ ഒരു കുറ്റബോധം ഇത് ഈ ഹൃദയത്തിൽ ഉണ്ടാകും. ഹൃദയത്തിൽ ഉണ്ടായിക്കഴിയുമ്പോഴത്തേക്ക് അതൊരു വലിയ ഭാരമായി പോയി നിരാശയിലായി ജീവിതത്തിലെ വലിയ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന ജനനദി. ഇത് ദാവീദിന് മാത്രമല്ല, ലോകത്തിലെല്ലാവർക്കും ഉള്ളതാണ്. ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഒരു സൈലൻ്റായിട്ടുള്ള മൊമെൻറ്റിൽ നിങ്ങളിരിക്കുമ്പോഴേ നിങ്ങളുടെ ഹൃദയം എന്തിനോ വേണ്ടി തേങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. എന്തിനോ വേണ്ടി തേങ്ങുന്നതായി അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഒരു റെസ്റ്റ്ലെസ്നെസ് പലപ്പോഴും വന്നു ചേരുന്ന കാണാം. അത് ഒഴിവാക്കാൻ വേണ്ടി മനുഷ്യർ എന്തൊക്കെ ചെയ്യും? ഇതെല്ലാം മനുഷ്യർക്കും ഉള്ളതാണ്. എന്നാൽ അത് ദൈവം തന്നിരിക്കുന്ന ആ വലിയൊരു കണ്ടൻറ്റ് നമ്മുടെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. അത് ദൈവവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ അത് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ നിൻ്റെ മുഖപ്രകാശ രക്ഷയും നിൻ്റെ ദൈവവുമാവുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും എന്ന് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ പറയുന്ന ഈ തരണത്തിൽ ഓർക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലിരുന്ന് ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ആത്മീയമായിട്ടുള്ള ആ കണ്ടൻറ്റ് ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നവരെയും അത് അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. ചില ആളുകൾ അത് ഫില്ല് ചെയ്യാനായിട്ടാണ് മദ്യപാനത്തിനും മറ്റുള്ള മയക്കുമരുന്നുകൾക്ക് അടിമയാവുന്നത്. ചിലർ അത് വേറെ റിലേഷൻഷിപ്പിലും വേറെ സന്തോഷത്തിനും വേണ്ടി പരക്കം പായും ലോകത്തിൻ്റെ പുറകെ. എന്നാൽ അതെല്ലാം അവർക്ക് കൊടുക്കുന്നത് എന്താണ്? അത് കഴിയുമ്പോൾ താൽക്കാലികമായൊരു സന്തോഷം ഉണ്ടാകും. അത് കഴിയുമ്പോഴേ അവരുടെ ഉള്ളിൽ ഒരു ഗിൽറ്റ് ഫീലിങ്, ഇത് വേണ്ടായിരുന്നു, ഇത്രയും ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള മനസ്സിലെ ചിന്തകൾ വരും. ഇതെല്ലാം തന്നെ എന്താണ് വരുന്നതെന്ന് ചോദിച്ചാൽ ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാതെ നമ്മുടെ ഹൃദയത്തിൻ്റെ രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ള കാര്യമാണ് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ കാര്യം. ഈ പാപം ആണ് പലപ്പോഴും രോഗത്തിൻ്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അതുപോലെ നിരാശയിലേക്ക് കൊണ്ടുപോകുന്നത്, അതുപോലെ നമ്മുടെ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കുള്ള ആ എയിം അത് എന്ന് വെച്ചാൽ ജീവിതത്തിലുള്ള ആ ഒബ്ജക്റ്റീവ്സ് അത് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണവും പാപമാണ്. ഈ പാപം നമ്മളിൽ നിന്ന് മാറുമ്പോഴേ ആണ് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രണ്ടാമത് ജനിക്കുന്നത്, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ജീവിതത്തെക്കുറിച്ചുള്ളൊരു വലിയ അവലോകനം, ഒരു ബോധ്യം നമുക്ക് വരുന്നത്. അതുകൊണ്ട് അതെല്ലാം പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമുക്ക് തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ലംഘനം ക്ഷമിച്ച് പാപം മറച്ച് അകൃത്യം കണക്കിടാതെ 3 വേർഡ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ലംഘനം, അകൃത്യം, പാപം എന്ന 3 വേർഡ്. ഈ ലംഘനം അല്ലെങ്കിൽ അതിക്രമം എന്ന് പറയുന്ന ട്രാൻസ്ഗ്രഷൻ, അത് റിപ്പീറ്റഡ് ആക്ഷനാണ്. ഒരു പാപം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഇനിക്വിറ്റി, അകൃത്യം എന്ന് പറയുന്നത് അത് നമ്മുടെ DNA നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പം വരുന്ന, അത് നമ്മുടെ DNA വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇൻഹെറിറ്റ് ചെയ്ത് പാപം അടുത്ത തലമുറയിലേക്ക് പലപ്പോഴും പോകുന്നത്. നമ്മുടെ ഹാബിറ്റുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്നതിൻ്റെ കാരണം അതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഡോക്ടർമാരുടെ അരികിലൊക്കെ ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കും, പ്രത്യേകിച്ച് ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ളവരൊക്കെ ഡോക്ടറായിരിക്കും ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നതാണ്, നിങ്ങളുടെ വീട്ടിലാർക്കെങ്കിലും നേരത്തെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ?
നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? അപ്പനോ അമ്മയ്ക്കോ ഉണ്ടായിട്ടുണ്ടോ? അത് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കും. എന്തിനാണ് ചോദിക്കുന്നത്? ഈ ഒരു ജീന് നിങ്ങളുടെ പേരൻസിൻ്റെ കയ്യിൽ നിങ്ങൾക്കേക്ക് വന്നിരിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ഈ അകൃത്യം എന്ന് പറയുന്ന ആ ഒരു നേച്ചർ, ഇനിക്വിറ്റി എന്ന് പറയുന്ന നേച്ചർ, അത് പാപം ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അതൊരു ലൈഫ് സ്റ്റൈലായി മാറിക്കഴിയുമ്പോഴേ അത് നമ്മുടെ ജീനിലേക്ക് ഇൻഹെറിറ്റ് ചെയ്ത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈവൻ പല കാര്യങ്ങളുണ്ട് അത് അങ്ങനെ ചെയ്യുന്നത്. മദ്യപാനം ഒരു ഉദാഹരണമാണ്, അതുപോലെ ചില അഡിക്ഷൻസ് അതിനൊരു ഉദാഹരണമാണ്. ഇതെല്ലാം അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് അങ്ങനെയാണ്, അങ്ങനെ ഉണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്, അത് പ്രൂവ് ചെയ്യപ്പെട്ട ഒരു സത്യമാണ്. അതുകൊണ്ട് ഈ പാപത്തിൻ്റെ കുറ്റം ദൈവം നമ്മളിൽ നിന്ന് മാറ്റി തരും. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ, 7 അനുഗ്രഹങ്ങൾ ഈ 32-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. 1, പാപത്തിൻ്റെ കുറ്റം അതെന്നോട് ക്ഷമിച്ചു തന്നു എന്ന് 5-ാം വാക്യത്തിൽ പറയുന്നു. ദൈവം പാപത്തിൻ്റെ കുറ്റമെല്ലാം ക്ഷമിച്ച് യേശു ക്രിസ്തുവിൽ കൂടി, യേശുവിലുള്ള വിശ്വാസത്തിൽ കൂടി നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ച് നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുന്ന അനുഭവം. അതിനോട് ചേർന്ന് ഇത്തിരി കാര്യങ്ങളുണ്ട്. 6-ാം വാക്യത്തിൽ അതിൽ പറയുന്നത്, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിൻ്റെ അടുക്കലോളം എത്തിയില്ല. അനർത്ഥം നിന്നെ തൊഴാതെ നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവം. 6-ാം വാക്യത്തിൽ പറയുന്നതാണ്, അനർത്ഥം നമ്മളെ തൊടത്തില്ല, നമ്മളെ സൂക്ഷിക്കും. അതുകൊണ്ട് ഹൃദയരൂപാന്തരം വന്നവരെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള ഒരു പ്രോമിസാണ് ആ കാണുന്നത്. 3-ാമത് 7-ാം വാക്യത്തിൽ കാണുന്നത്, നമുക്ക് കഷ്ടത്തിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവം, മറവിടമായിട്ടുള്ളൊരു ദൈവം, കഷ്ടത്തിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവം. എല്ലാവർക്കും കഷ്ട ദിവസമുണ്ട്, നല്ല ദിവസവും ദോഷ ദിവസങ്ങളും മനുഷ്യനുണ്ട്. അത് അങ്ങനെ ഉണ്ട്, അങ്ങനെ വരുന്നതാണ്. അതാ ഈ ലോകം ശാപഗ്രസ്തമായി തീർന്നു. ഈ ലോകം പാപത്താൽ നിറഞ്ഞതിന് ശേഷം മനുഷ്യന് ഈ നല്ല ദിനവും കഷ്ടദിനവും ഉണ്ടെന്ന് ബൈബിള് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ കഷ്ട ദിവസം വരുമ്പോൾ ദൈവം നമ്മളെ സൂക്ഷിക്കും എന്നുള്ളത്. മറവിടമായ എനിക്ക് യേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരന് പാടുന്ന ഭാഗം ഞാൻ ഈ തരണത്തിൽ ഓർക്കുകയാണ്. കർത്താവ് നമ്മുടെ മറവിടമായി ഇരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ വലിയ റോക്കായിട്ടുള്ള കർത്താവിൻ്റെ ആ പാറയിൽ പോയി ഒളിക്കുന്നു. അതൊരു വലിയ മറവിടമായിട്ട് നമുക്കിരിക്കുന്നുണ്ട്. കഷ്ടത്തിൽ ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവം. അതാണ് അതിനകത്ത് 3-ാമത് പറയുന്നത്. ഈ കഷ്ട ദിവസത്തിൽ ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവം. 7-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്, രക്ഷയുടെ ഉല്ലാസഘോഷം. അത് മനസ്സിൻ്റെ ഒരു വലിയ സന്തോഷമാണ്, രക്ഷയുടെ സന്തോഷം. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് പാപം ചെയ്തപ്പോൾ 51-ാം സങ്കീർത്തനത്തിലെ അനുതാപത്തിൻ്റെ ഒരു സങ്കീർത്തനമായിട്ട് ദാവീദ് എഴുതുന്നു. ഒരു അനുതാപം നടത്തിയായിട്ട് അത് എഴുതിയിട്ടുണ്ട്, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരിച്ചു തരണമേ. രക്ഷയുടെ സന്തോഷം. അപ്പോഴേ രക്ഷ പ്രാപിക്കുമ്പോൾ വലിയൊരു സന്തോഷമുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം എന്നത് പറയാനായിട്ടുള്ള സന്തോഷം, നമ്മൾ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ പക്ഷത്തായതുകൊണ്ട് നിത്യനരകത്തിൽ നമ്മൾ പോവുകയില്ല എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം. അതുകൂടാതെ ഈ ലോകത്തിലുള്ള ഒരുപാട് സന്തോഷം, ഇൻട്രാക്ഷൻസിൽ നമ്മുടെ മൈൻഡ് സെറ്റ് എല്ലാം മാറി ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിലേക്ക് മാറിക്കഴിയുമ്പോഴേ, ദൈവം ചിന്തിച്ച പോലെ ചിന്തിക്കുമ്പോഴേ നമ്മൾ ഒരുപാട് വ്യത്യാസം ഈ ലോകത്തിൽ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത്. അതുകൊണ്ട് രക്ഷയുടെ ഉല്ലാസം, രക്ഷയുടെ ആനന്ദം, അവൻ്റെ സന്നിധിയിൽ നിന്നും സന്തോഷ പരിപൂർണതയും അവൻ്റെ വലത്തുഭാഗത്തെന്നും പ്രമോദങ്ങളുമുണ്ട്. അവൻ്റെ വലത്തുഭാഗത്ത് പ്രമോദങ്ങൾ, അവൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണ. ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രമേ സന്തോഷത്തിൻ്റെ പരിപൂർണതയുള്ളൂ. ഈ ലോകത്തിൽ എന്തൊക്കെ നിങ്ങൾ സന്തോഷത്തിന് ആഡ് ചെയ്താലും അതിനകത്ത് പരിപൂർണത കർത്താവിൻ്റെ സന്നിധിയിൽ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മറന്നുപോകരുത്. 4-ാമത്തെ കാര്യം അതാണ്, രക്ഷയുടെ ഉല്ലാസവും ആനന്ദവും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. 8-ാം വാക്യത്തിൽ 32-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ 2 കാര്യങ്ങൾ പറയുന്നു. 5ഉം 6ഉം പോയിന്റ്. നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നടക്കേണ്ടുന്ന വഴി, നമുക്ക് നടക്കേണ്ടുന്ന വഴി എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഏത് വഴി കൂടെ നടക്കണമെന്ന് അറിയത്തില്ല, നമുക്ക് എങ്ങനെയാണ് ശരിയായിട്ടുള്ള ആലോചന എന്താണെന്ന് അറിയത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നതിനാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ വസിക്കുന്നതാണ്. കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും ഉള്ളിലെ പരിശുദ്ധാത്മാവ് വസിക്കുന്നതിനാൽ ആ പരിശുദ്ധാത്മാവ് നമുക്ക് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും.
അതുപോലെ ആലോചന പറഞ്ഞു തരും. 1 യോഹന്നാൻ 2:27 കർത്താവിൻ്റെ അഭിഷേകം നിങ്ങൾ വസിക്കുന്നതിനാൽ ഇനി ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല എന്ന് പറയുന്നു. ദാറ്റ് മീൻസ് അവൻ്റെ അഭിഷേകത്താൽ നിങ്ങൾക്ക് സകലതും വെളിവായി വരുന്നു. ഒരു അഭിഷേകം നമ്മളിൽ ഇരിക്കുമ്പോഴേ വേറെ ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ദൃഷ്ടി വെച്ച് ആലോചന തരുന്ന ദൈവം. അതുകൊണ്ട് ഈ നാളുകളിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ അധികമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ കൊടുക്കുകയും അതിനെ നമ്മൾ ഈൽഡ് ചെയ്യുകയും ചെയ്യണം. നമ്മളിതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ സെഷൻ എടുത്തു. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് ഏത് രീതിയിലാണ് ജീവിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് ഏത് രീതിയിലാണ് നമ്മുടെ ജീവിതങ്ങൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ ഏത് രീതിയിൽ അതിന് നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിനാൽ നടക്കേണ്ടുന്ന വഴി ഉപദേശിച്ചിരുന്ന, അതുപോലെ ദൃഷ്ടി വെച്ച് ആലോചന തരുന്ന ദൈവം. 10ാമത്തെ വാക്യത്തിൽ ദയ നമ്മളെ ചുറ്റിക്കൊള്ളും എന്നെഴുതിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യഹോവ അവൻ്റെ മുമ്പാകെ നടന്ന് ഘോഷിച്ച് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയുമുള്ളവൻ തന്നെ. 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെയും 3ാമത്തെയും 4ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. ആദ്യം ഞാൻ പറഞ്ഞ കാര്യമാണ് പാപവും അകൃത്യവും അതിക്രമവും. ഇത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുമ്പോഴേ ദൈവം നമ്മളോട് ദയ കാണിക്കുന്ന ദൈവമാണ്. ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നതോട് ദൈവം ദയ കാണിക്കുന്ന ദൈവമാണ്. കരുണയുള്ള ദൈവമാണ്, മഹാദയുള്ള ദൈവമാണ്. അപ്പോൾ ഈ 7 കാര്യങ്ങൾ, 7 അനുഗ്രഹങ്ങൾ ഈ 32-ാം സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ഹൃദയം രൂപാന്തരപ്പെടുക, പാപം ക്ഷമിക്കുക, ദൈവത്തോട് പാപം ഏറ്റുപറയുക. ഞാൻ ദൈവ സന്നിധിയിൽ ഞാനിപ്പം ചിന്തിക്കുകയാണ്, കഴിഞ്ഞ 99 എപ്പിസോഡ് കൊണ്ട് അനേകർക്ക് പ്രയോജനമായി എന്ന് ചിന്തിക്കുന്നു. പലരും പറഞ്ഞു ഇത് കാണുന്നുണ്ട്, അവർക്ക് ആ ദൈവവചനത്തിലെ പഠിക്കുന്നതിനെക്കുറിച്ചുള്ള ആ ഇമ്പോർട്ടൻസ്, വിശ്വാസത്തിൻ്റെ അളവ്, അതുപോലെ വിശ്വാസത്തിൽ എങ്ങനെയൊക്കെ വളരണമെന്നും എങ്ങനെ ഇൻവോൾവ് ചെയ്യണമെന്നും, അതുപോലെ കർത്താവിൻ്റെ വേലയിൽ എങ്ങനെയാണ് ഇൻവോൾവ് ചെയ്യേണ്ടതെന്നും ഒക്കെ അതൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ഒരാൾ വിളിച്ചിട്ട്, ഒരു സുവിശേഷൻ വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് തെസ്സലോനിക്ക സഭയിലെ ഉള്ള പഠിപ്പിക്കൽ പറഞ്ഞപ്പോഴേ അതൊരു സുവിശേഷം വിളിച്ചു. ഇത്രയും വലിയൊരു മിനിസ്ട്രിയാണ് ചെയ്യാനുള്ളത് നമ്മുടെ മുമ്പിലുള്ളതെന്നുള്ള വലിയൊരു വിവരം അവർക്ക് കിട്ടിയത് വലിയ സന്തോഷത്തോട് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നു. നമ്മൾ ഇതെല്ലാവർക്കും, ചില കർത്താവിനെ അറിഞ്ഞവർക്കും താല്പര്യമുള്ളവർക്കും അറിയാത്തവർക്ക് പോലും, അല്ലെങ്കിൽ ഇങ്ങനെ ദൈവവേല ചെയ്യുന്നവർക്കും എല്ലാം ഇത് പല രീതിയിൽ ഇത് പ്രയോജനമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും അത് നമുക്കൊരു പ്രാർത്ഥന, ഒരാഘോഷമായിട്ടൊരു പ്രാർത്ഥനയായിട്ട് ഈ ദിവസങ്ങളിൽ ഇത് തീരട്ടെ. ഈ 100ാമത്തെ എപ്പിസോഡ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നന്ദി പ്രകടനമായി തീരട്ടെ. ഇത് ഇപ്പോഴെങ്ങും തീരുന്നതല്ല, ഇതിങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. കർത്താവിൻ്റെ സഭ ഇവിടുന്ന് മാറ്റപ്പെടുന്നത് വരെയും എന്നാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. അതുവരെയും നമ്മുടെ ഈ ശുശ്രൂഷ ദൈവം ആയുസ് തരുന്നിടത്തോളം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ദൈവവചനം ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. അത് ലോകത്തിലുള്ള എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. സയൻസൊക്കെ എപ്പോഴും പുതിയൊരു കാര്യം വരുമ്പോൾ പഴയത് മാറിപ്പോകും, സയൻസിൻ്റെയൊക്കെ മാറിപ്പോകും, ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. എന്നാൽ ലോകത്തിലുള്ള കാര്യങ്ങളും ലോകമെല്ലാം തന്നെ താഴോട്ട് വന്നുകൊണ്ട്, എന്ന് വെച്ചാൽ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത് തിയറി ഓഫ് എൻട്രോപ്പി പറയുന്ന പോലെ അത് മ്യൂട്ടേഷൻ വന്നുകൊണ്ട് അത് ഇല്ലാതെയായി തീർന്നുകൊണ്ടേയിരിക്കുക. മാറ്റർ അങ്ങനെ ഡിമിനിഷിങ് ആയിട്ടുള്ള പല രീതിയിൽ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊരു സ്ഥലത്ത് ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറാത്ത ഒന്നാണ് നമ്മൾ മറന്നുപോയത്. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് ധ്യാനിക്കുകയും, ഇത് പ്രത്യേകിച്ചും വൈകിട്ടത്തെ സമയത്ത് നമ്മളിത് തരുന്ന 9 തൊട്ട് 10 വരെയുള്ള സമയങ്ങൾ വെച്ചിരിക്കുന്ന കാര്യം, ഇത് കണ്ടതിന് ശേഷം പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് കിടക്കുമ്പോഴേ രാത്രിയിലും ഈ വചനം നിങ്ങളുടെ ആത്മാവോടുകൂടി സംസാരിക്കും. അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രാത്രിയിൽ ഇത് വെച്ചിരിക്കുന്ന കാര്യം തന്നെ. നമ്മൾ രാത്രിയിൽ ധ്യാനിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ആത്മാവ് ഉറങ്ങുന്നില്ലല്ലോ, നമ്മുടെ ആത്മാവ് ഉറങ്ങുന്നില്ല, ദൈവം ഉറങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ, നമ്മുടെ ശരീരം റെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ചില ഇമ്പാർട്ടേഷനൊക്കെ നമ്മുടെ ആത്മാവിനോട് ചെയ്യും. ചില കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കും.
അത് വലിയൊരു വസ്തുതയാണ്. അത് പിറ്റേ ദിവസങ്ങളിലെ നമ്മൾ കർത്താവിൻ്റെ ആ ക്യാരക്ടർ നമ്മുടെ ജീവിതങ്ങളിൽ ഇത്രയൊക്കെ വന്നോ എന്നൊക്കെ നിങ്ങൾ തന്നെ അതിശയിച്ചു പോവും. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഈ മെറ്റനോയ മിനിസ്ട്രീസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. എല്ലാ രീതിയിലും അത് അനുഗ്രഹമായി തീരട്ടെ. ഇത് നിങ്ങൾ വാച്ച് ചെയ്യുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണം. എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് ഇത് വേറൊരാൾക്ക് ഷെയർ ചെയ്തിട്ട് അത് അവർക്ക് വലിയൊരു അനുഗ്രഹമായി എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാരങ്ങാനത്തുള്ള ഒരു ചർച്ചിൽ, ഒരു ലോക്കൽ ചർച്ചിൽ ഇതിങ്ങനെ എല്ലാവരും കാണാനായിട്ട് പറഞ്ഞു. അവരെല്ലാം ഈ സ്റ്റഡീസെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഇതിനകത്ത് കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കഴിവതും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതല്ല. വേറൊരാളിനെ ദുഃഖിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്യുന്നതല്ല. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഏതെങ്കിലും കൺവിക്ഷൻസോ ഏതെങ്കിലും ചേഞ്ചസോ വേണമെന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവാണ് നിങ്ങളോട് പറയുന്നത് എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ വേറെ ആരെയും ദുഃഖിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഉള്ള കാര്യങ്ങളൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. അവിടെ തുടർന്നും എൻ്റെ ഒരു റിക്വസ്റ്റ് നിങ്ങളോടുള്ള, നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് മുമ്പോട്ട് പോകുന്ന അനേകം ആളുകളുടെ ജീവിതത്തിലെ വലിയ രൂപാന്തരം തരികയും അനുഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ള ആ വലിയൊരു ദർശനത്തിൽ ഇത് മുമ്പോട്ട് പോകാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്തു. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും എന്നോട് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കണം. ഇത് വലിയ അനുഗ്രഹങ്ങൾ, നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വർഷിക്കും. ഇതിനകത്ത് എൻ്റെ വലിയ ആഗ്രഹം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കർത്താവിൽ ബലപ്പെടുകയും കർത്താവിന് വേണ്ടി നിൽക്കുകയും ഈ ലോകത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു വലിയ മാതൃകയായി ജീവിക്കുകയും ചെയ്യണം എന്നുള്ള ഒറ്റയൊരു ആഗ്രഹമാണിതുള്ളത്. അതിനാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഈ സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഈ 100ാമത്തെ എപ്പിസോഡായിട്ട് ഇവിടെ ഇരുന്ന് നീ ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് സ്തുതിപ്പാനായിട്ട് അതിന് വന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. നീ എത്ര നല്ലവനാണ്, വിശ്വസ്തനാണ്. കർത്താവെ, ഒരു മുടക്കവുമില്ലാതെ അത് ചെയ്യുവാനായിട്ട് നീ ഇതുവരെ സഹായിച്ചല്ലോ. നവംബർ 1 ഞങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചു. കർത്താവെ, ഫെബ്രുവരി 25 ആകുമ്പോഴത്തേക്ക്, ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റ് ആകുമ്പോഴത്തേക്ക് അത് ആയി എന്ന് ഞങ്ങളെ വിശ്വസിക്കുന്നു. ദൈവമേ, നീ കൂടെ ഇരുന്ന് കർത്താവെ ഞങ്ങളെ സഹായിച്ച് നടത്തുന്ന എല്ലാ കൃപകളും ഞങ്ങൾ ഓർക്കുന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. നിൻ്റെ എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവെ, അതിലെ ഞങ്ങളെ അറിയിച്ചത് 2-3 പേര് മാത്രമേ ഉള്ളല്ലോ. ബാക്കിയുള്ളവർക്ക് പലർക്കും സൗഖ്യം വന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പലരും കർത്താവെ സൗഖ്യം വന്നിട്ടും അത് പറവാതെ ഇരിക്കുന്ന അനുഭവങ്ങളുണ്ടല്ലോ. കർത്താവെ, യേശുക്രിസ്തുവിൻ്റെ അരികിലെ 10 കുഷ്ഠരോഗികൾ എന്നിട്ട് അതിലെ ഒരാൾ മാത്രം, ശമരക്കാരനായ ഒരാൾ മാത്രം തിരിച്ചു വന്ന് യേശുവിനോട് നന്ദി പറഞ്ഞതായിട്ട് കാണുന്നു. ദൈവമേ, അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ നന്ദി പറഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. ദൈവം ചെയ്ത ഉപകാരത്തിന് അവർ നന്ദി പറഞ്ഞു എന്ന് വിശ്വസിക്കട്ടെ. കർത്താവെ, ഞങ്ങളോട് തിരിച്ചിങ്ങോട്ട് എഴുതി അറിയിക്കുകയോ വിളിച്ചു പറയുകയോ ചെയ്തവരെ എല്ലാവരെയും ഞങ്ങൾ ഈ തരത്തിൽ ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. തുടർന്നും കർത്താവെ, ഈ വലിയ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെല്ലാം വീണ്ടെടുക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും കർത്താവെ, പാപത്തിലെ, ലംഘനത്തിലെ, അകൃത്യത്തിലെ, പാപത്തിലൊക്കെ ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ അറിയുന്നു. ചില കാര്യങ്ങളൊക്കെ ഹെറിഡിറ്ററി ആയിട്ട് ഞങ്ങളുണ്ടല്ലോ. ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ അതെല്ലാം ഞങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇത് കാണുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ പാപത്തിൻ്റെ കുറ്റമെല്ലാം ക്ഷമിച്ചു കളയുന്ന ദൈവമാണ്. കർത്താവെ, പെരുവെള്ളത്തിൻ്റെ വലിയ കർത്താവെ അനർത്ഥം വന്നാലും അതൊന്നും ഞങ്ങളുടെ മേലെ കവിയത്തില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ്. കഷ്ടദിവസം ഞങ്ങൾക്കുണ്ടല്ലോ, നീ അത് കഷ്ടത്തിൽ സൂക്ഷിച്ച് ഞങ്ങളെ മറവിടത്തിൽ നിന്നെ സൂക്ഷിക്കുന്ന ദൈവമായുണ്ട്. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉല്ലാസവും സന്തോഷവും തരുന്ന വലിയ ദൈവം കർത്താവെ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ്ങിൽ അഭിഷേകത്താൽ ഞങ്ങൾ സകലതും അറിവുള്ളവരായി കർത്താവെ തക്ക സമയത്ത് കാര്യങ്ങളെ ചെയ്യുന്നവരായിരിക്കാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. എല്ലായ്പ്പോഴും നിൻ്റെ ദയയും കരുണയും ഞങ്ങളെ ചുറ്റിക്കൊള്ളുമല്ലോ. നന്മയും കരുണയും ആയുഷ്കാലവും ഒക്കെയും ഞങ്ങളെ പിന്തുടരുമെന്നതിൻ്റെ വചനത്തിലുള്ള പ്രോമിസിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇത് കേട്ടുകൊണ്ടിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെ നീ അനുഗ്രഹിക്കണമേ, നിൻ്റെ വചനത്താൽ നിറയ്ക്കണമേ, ബലപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം, അനുഗ്രഹിക്കാൻ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.
ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നിങ്ങളിത് കാണണം. നാളെയും ഉണ്ടാവുമല്ലോ. ഇതെല്ലാവരും ഇത് കാണണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.